STC Pay നാട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ധാരാളം ആളുകളാണ് വാട്സപ്പിലും യൂട്യൂബിലും STC Pay നാട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിലവിൽ STC Pay സൗദി ഉപയോഗിച്ചതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് STC Pay ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ STC Pay വഴി മറ്റൊരു STC Pay ഉള്ള ആൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. STC Pay നമ്മൾ നിലവിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്ന ലോക്കൽ ബാങ്കിലേക്ക് നാട്ടിൽ നിന്ന് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. STC Payയുടെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് നടത്താനും സാധിക്കുന്നതാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ STC Pay രജിസ്റ്റർ ചെയ്ത സിം കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ടതാണ്. ചില സമയങ്ങളിൽ പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് OTP വരുന്നതാണ്. ആ OTP നാം അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ നാട്ടിൽ STC Pay ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരിട്ടുള്ള ഒരേ ഒരു പ്രശ്നം ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫറാണ്. നമ്മൾ നിലവിൽ ആഡ് ചെയ്ത് പണം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോക്കൽ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അതിലേക്ക് നമുക്ക് നാട്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. എന്നാൽ പുതിയൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്ത്, അതായത് സൗദി അറേബ്യയിലെ മറ്റൊരു ബാങ്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് അതിലേക്ക് നമുക്ക് നാട്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി STC Payയിൽ നിന്നും ഒരു കോൾ വരുന്നതാണ്. ആദ്യ തവണ മാത്രമാണ് കോൾ വരിക. ആദ്യ തവണ നമ്മൾ കോൾ വന്ന് അത് അക്സെപ്റ്റ് ചെയ്താൽ അടുത്ത തവണ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ STC Payയിൽ നിന്നും വെരിഫൈ ചെയ്യാൻ വേണ്ടി കോൾ വരുന്നതല്ല. എന്നാൽ ആദ്യ തവണ നമ്മൾ അക്കൗണ്ട് ആഡ് ചെയ്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ STC Pay വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കോൾ ചെയ്യുന്നതാണ്. നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഒന്ന് അമർത്തിയാൽ മാത്രമേ നമ്മൾ അയച്ചു കൊടുത്ത വ്യക്തിക്ക് ആ പണം ലഭിക്കുകയുള്ളൂ. നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ ഡിക്ലൈൻ ചെയ്യുകയോ ചെയ്താൽ, അതായത് രണ്ടമർത്തുകയോ ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ ആ ഫണ്ട് നമ്മുടെ STC Pay വാലറ്റിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കേസിലേക്ക് നോക്കാം. നമ്മുടെ നാട്ടിലായിരിക്കെ നമ്മുടെ ഫോണിലേക്ക് സൗദി അറേബ്യയിൽ നിന്നുള്ള കോളുകളൊന്നും തന്നെ വരുന്നതല്ല. നമ്മൾ ആരും തന്നെ നമ്മുടെ സിമ്മിൽ റോമിംഗ് പാക്കേജ് ആക്റ്റീവ് ചെയ്യാറില്ല. വലിയ പണം കൊടുത്ത് റോമിംഗ് പാക്കേജ് ആക്റ്റീവ് ചെയ്താൽ മാത്രമേ നമുക്ക് സൗദി അറേബ്യയിൽ നിന്നുള്ള കോളുകൾ നമ്മുടെ ഫോണിലേക്ക് വരികയുള്ളൂ. സാധാരണക്കാർ ആരും തന്നെ റോമിംഗ് പാക്കേജ് ചെയ്യാത്തത് കൊണ്ട് STC Payയിൽ നിന്നുള്ള കോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്നതല്ല. SMS യാതൊരു ബുദ്ധിമുട്ടില്ലാതെ വരുമെങ്കിലും കോൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോമിംഗ് പാക്കേജ് ചെയ്യേണ്ടതുണ്ട്. കോൾ വരാത്തത് കൊണ്ട് തന്നെ പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി STC Pay വിളിക്കുന്ന കോൾ നമ്മുടെ ഫോണിലേക്ക് എത്തുന്നതല്ല. ആ കോൾ എത്താത്തത് കൊണ്ടും നമുക്കിത് വെരിഫൈ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ ഒരു പ്രശ്നം മാത്രമാണ് STC Pay നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരിട്ടിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സൗദി അറേബ്യയിൽ വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ STC Pay നാട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ STC Pay രജിസ്റ്റർ ചെയ്ത സിം കാർഡ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ സിം ആക്റ്റീവ് ആയിരിക്കേണ്ടതുമുണ്ട്. സിമ്മിലേക്ക് വരുന്ന SMS ചില സമയങ്ങളിലെല്ലാം നമുക്ക് ആവശ്യമായി വരുന്നതാണ്. അതുപോലെ തന്നെ STC Pay വാലറ്റിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാനും സാധിക്കണം. പാസ്വേഡ് മറന്ന കാരണത്താലോ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വരുന്ന OTP ലഭിക്കാത്ത കാരണത്താലോ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ വെച്ച് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഇക്കാമ വാലിഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇക്കാമ എക്സ്പയർ ആയി കഴിഞ്ഞാലും പലർക്കും STC Pay വർക്ക് ചെയ്യാറുണ്ട്. എന്നാൽ ഒരിക്കലും തന്നെ ഇക്കാമ എക്സ്പയർ ആയി കഴിഞ്ഞാൽ STC Pay വാലറ്റിലേക്കോ നമ്മുടെ മറ്റു ബാങ്ക് അക്കൗണ്ടിലേക്കോ ഒരിക്കലും തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ അവിടെ ഫണ്ട് കീപ്പ് ചെയ്യുകയോ ചെയ്യരുത്. കാരണം ഏത് സമയത്തും നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇക്കാമ പുതുക്കാതെ ആ ഫണ്ട് ലഭിക്കുന്നതല്ല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് STC Pay നാട്ടിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ സൗദി അറേബ്യയിൽ വെച്ച് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നാട്ടിൽ വെച്ചും STC Pay വളരെ സുഗമമായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആരെങ്കിലും നമ്മുടെ വാലറ്റിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് സുഗമമായി തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.